സമാന്തര ശ്രേണിയിലെ 12ാം പദം 29, 29ാം പദം 12, 100ാം പദം എത്ര? സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ്. സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് 12th ടേം 29, 29th ടേം 12, 100th ടേം കാണണം. 12ാം പദം 29, 29ാം പദം 12. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവേണ്ട തിരിച്ചു തന്നിരിക്കുകയാണ്. 12ാം പദം 29, ഇവിടെ 12 വരുന്നു. 29ാം പദം 12. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ മാത്രം നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം, പൊതുവ്യത്യാസം നെഗറ്റീവ് ഒന്നായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ മാത്രം 12ാം പദം 29 തിരിച്ച് 29ാം പദം 12 ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ മാത്രം പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ഒന്നായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ആം പദങ്ങളാണ്. 12ാം പദം 29ാം പദം 100ാം പദം എന്നാം പദം കാണുന്നുള്ള സൂത്രമാക്കി എഴുതുക. എന്നാം പദം tn, nth ടേം a + n-1 × d. ഇവിടെ നോക്കൂ, എന്നാം പദമാകുമ്പോൾ ഇവിടെ എന്താ, എയും ഡിയും ഇട്ടിട്ട് എന്നൊന്ന് കുറച്ചിരിക്കുക. എന്നാം പദമാകുമ്പോൾ എയും ഡിയും ഇട്ടിട്ട് എന്നൊന്ന് കുറച്ചിരിക്കുക. അതുപോലെ നമുക്ക് 12ാം പദമാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? t12 എങ്ങനെ എഴുതുക? a + 12 ഒന്ന് കുറച്ചാൽ 11d. ഇവിടെ എന്നൊന്ന് കുറച്ചു, അതുപോലെ എയും ഡിയും ഇട്ടു, എന്നിട്ട് 12 ഒന്ന് കുറച്ച് 11d, a + 11d. ഈ 12ാം പദം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 12ാം പദം 29. അപ്പോൾ നമുക്ക് സമം 29 എന്ന് എഴുതാം. a + 11d പറഞ്ഞപ്പോൾ 11 × d എത്ര? -1 സമം 29. a 11ഉം -1 കുടിച്ചാൽ -11. 11 × -1 പോസിറ്റീവ് നെഗറ്റീവ് -11 സമം 29. a കാണുമ്പോൾ ഇത് അങ്ങോട്ട് എടുക്കുക. a സമം 29 + 11, 29 11 കൂട്ടിയാൽ 40. കാണേണ്ടതോ 100ാം പദം, അതായത് t100. എങ്ങനെ എഴുതുക? a + 99d. എയും ഡി ഇട്ടിട്ട് ഒന്ന് കുറച്ചു 99 വില കൊടുക്കുക. a എത്ര? 40 + 99 × d -1. 40 - 99 × 1 99. 40 എന്ന് 99 കുറച്ചാൽ -59 ഉത്തരം. 7, 243, 21, 81, 63, 27 -- നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. നമുക്കൊരു സീക്വൻസ്, ഒരു ശ്രേണി തന്നിട്ടുണ്ട്. അതിൽ വിട്ടുപോയ സംഖ്യ, മിസ്സിംഗ് നമ്പേഴ്സ് കാണണം. 2 സംഖ്യകൾ കാണണം. നമുക്കിതിൽ ഒന്നിടവിട്ട സംഖ്യകൾ എടുക്കുക. ഒന്നിടവിട്ട സംഖ്യകൾ, അതായത് ആദ്യത്തെ സംഖ്യ 7, ഒന്നിടവിട്ട അടുത്ത സംഖ്യ 21, ഒന്നിടവിട്ട അടുത്ത സംഖ്യ 63, ഒന്നിടവിട്ട അടുത്ത സംഖ്യ ഈ ഡാഷ് വരും. ഇവിടെ നോക്കൂ, 7 × 3 21, × 3 63. അപ്പോൾ 3 കൊണ്ട് ഗുണിച്ച് പോവാണ്. × 3 63 × 3 എത്ര വരും? 189 ആണ് ഇവിടെ വരുന്ന ഉത്തരം സംഖ്യ. അടുത്ത ഒന്നിടവിട്ട സംഖ്യ, അതായത് നമ്മൾ ഇവിടുന്ന് ഇത് എടുത്തിട്ടില്ല. അപ്പോൾ 243, അടുത്ത ഇടവിട്ടു 81, അടുത്ത ഇടവിട്ടിട്ട് എത്രയാണ്? 27. അടുത്ത ഇട വരുമ്പോഴാണ് ഇങ്ങോട്ട് വരിക. 243നെ 3 കൊണ്ട് ഹരിച്ചാലാണ് 81 വരിക. 81നെ 3 കൊണ്ട് ഹരിച്ചാലാണ് 27 വരിക. അപ്പോൾ 27നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും? 9 എന്ന് വരും. അപ്പോൾ ഈ ഡാഷിലത്തെ ഉത്തരം കിട്ടി 9. സംഖ്യകളുടെ ഉത്തരങ്ങൾ 189ഉം 9.